അയ്യോ വരണം ചേട്ടത്തി, വരണം വരണം. ലീലാവതി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരിട്ട് അറിയിക്കാനാ ഞാൻ വന്നത്. ആരോ മരിച്ച് അത് പറയാനല്ലേ? പ്രോമിനന്റ് ഫൈനാൻസിയേഴ്സിന്റെ MD ആയി ഞാൻ ചാർജ് എടുക്കുക. അയ്യോ സന്തോഷം, വളരെ സന്തോഷം. സന്തോഷിക്കാനൊക്കെ വരട്ടെ, ഞാനിത് നേരിട്ട് വന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? പഴയ ഉഴപ്പ് രീതിയൊന്നും ഞാൻ MD ആയിരിക്കുന്ന ഓഫീസിൽ നടക്കത്തില്ല. പിന്നെ ഇനിയുണ്ട് കാര്യങ്ങൾ. ശമ്പളം വാങ്ങുന്നതിനുള്ള ജോലിയല്ല, ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം. അതായിരിക്കും എൻ്റെ പോളിസി. അറിയാവല്ലോ, മത്സരത്തിന്റെ കാലവാ. എല്ലായിടത്തും കോമ്പറ്റീഷനാ കൊച്ചേ. മനുഷ്യത്വം വിട്ടുകളയാതെയുള്ള മത്സരം. കേട്ടല്ലോ? അത് വേണം. താമസിച്ച് വരിക, നേരത്തെ പോവുക, ഓഫീസിലിരുന്ന് പരസ്പരം പാര വെക്കുക, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനല്ല, അവളല്ലേ അതിനൊക്കെ മുന്നിട്ട്. അയ്യോ ചേട്ടത്തി പാവം, പഞ്ചപാവം. ഇന്നാളെ എന്നെ ആ സ്ത്രീ ചേട്ടത്തി നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച് ഉമ്മാക്കി കാണിച്ച്. ചേട്ടത്തി പാവം കരഞ്ഞോണ്ടെങ്കിൽ കേറി വന്നു. ഇങ്ങ് വാ. എന്ത്? അതെ, ഭാര്യയുടെ മുമ്പിൽ വെച്ച് വഴക്ക് കേൾക്കണോ? എന്നാ അധികം സംസാരിക്കണ്ട. അപ്പോ സ്നേഹം കൊണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാനായിരിക്കും MDയുടെ ക്യാബിന്. ഇന്നലെ കൂടിയ മീറ്റിംഗിലാ എന്നെ MD ആയി തെരഞ്ഞെടുത്തത്. അയ്യോ, അപ്പൊ ഇനി ഞാൻ MDയുടെ ആള്. നമ്മളൊക്കെ MDയുടെ ആൾക്കാരല്ലേ? ഞാനൊരു ഓഫറും കൂടി വെക്കാനാ വന്നത്. ഞാൻ ചാർജ് എടുക്കുന്ന ആദ്യ ദിവസം തന്നെ ഒരു ടാർഗറ്റ് തരും. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ. അതാദ്യം അച്ചീവ് ചെയ്യുന്ന ആളാരോ അയാളെ മാനേജരായി പ്രൊമോട്ട് ചെയ്യും. നേരത്തെ ഒരു സർക്കുലർ തന്നിട്ടുണ്ടല്ലോ. തിങ്കൾ മുതൽ അത് നടപ്പിൽ വരും. അപ്പുറത്തൊരു നേരത്തെ ക്യാൻവാസിംഗ് തുടങ്ങി, ഇവിടെ ചേട്ടത്തിയും തുടങ്ങി. തിങ്കളാഴ്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടും. അതൊക്കെ വായിച്ച് പഠിച്ച് ഫീൽഡിൽ ഇറങ്ങുക. അയ്യോ, അപ്പൊ ചേട്ടത്തി മാനേജർ ചേട്ടത്തി. അപ്പുറത്തെ അവരോടൊന്ന് ന്യൂസ് കൊടുക്കണ്ട കേട്ടോ. അതെ അതെ, ഡെപ്പോസിറ്റ് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചോളാം, സതിയോട് പറയണ്ട. സതിയോടാ ആദ്യം പറഞ്ഞത്. ഞാൻ ഓഫീസിൽ പോയി, അപ്പോഴാ കൊച്ചു ലീവാണെന്ന് അറിഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ ലീവ് എടുക്കാനൊന്നും ഇനി പറ്റത്തില്ല. ഞാൻ എന്നാ ഇറങ്ങുക. കുടിക്കാൻ എന്തെങ്കിലും? ഞാൻ കോഷി കളക്കാം. എന്തോന്ന്? കേട്ടിട്ടില്ലേ? സ്ക്വാഷ് തന്നെ. അല്ല, എന്തായാലും കുടിച്ചാ പോരെ. ക്വാഷും ക്യാഷും ഒന്നും വേണ്ട കേട്ടോ ഷുഗുണ. ഞാൻ എന്നാ ഇറങ്ങുക. അപ്പൊ അറിയാവല്ലോ, പങ്ക്ച്വാലിറ്റി, കോമ്പറ്റിറ്റീവ്നെസ്. മനസ്സിലായി. അങ്ങോട്ട് ഇറങ്ങണ്ട. ഇന്നറിയണം, രണ്ടിലൊന്ന് ഇന്നറിയണം. എന്റെ ശേഷക്കാരിയുടെ വീട് മുറ്റത്ത് പാർക്കിംഗ് ഫീസ് അടയ്ക്കാതെ കാറ് കൊണ്ട് ഇട്ടത് ആരാണെന്ന് എനിക്കറിയണം. ഇന്നിവിടെ ചോരപ്പുഴ ഒഴുകും. ഈ പ്രേംശങ്കർ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ആരോടാ കളി? പ്രേംശങ്കർ ആരാണ് നിങ്ങളെ ഞാനിപ്പോ കാണിച്ചു തരാം. അനീതി കണ്ടാൽ കണ്ണു പൊത്തുന്ന ടൈപ്പല്ല ഈ പ്രേംശങ്കർ. ആരുടെ കാറാണിതെന്നുള്ളത് പറയാനുള്ള ധൈര്യം കാണിക്കണം. അമ്മാവ ചേടാറാന്നൊക്കെ വിളിച്ച് മയപ്പെടുത്താൻ നോക്കണ്ട. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. അതാണ് പ്രേംശങ്കർ. ധീരന്മാർ ഒരിക്കലേ മരിക്കൂ.
ഈ പ്രേംശങ്കർ ധീരനാ. ഓ, ആരെങ്കിലും ഈ പാവത്തിന് കുറച്ച് വെള്ളം കൊടുക്കണേ, ഇല്ലേ തൊണ്ട പൊട്ടി ചത്തു പോകും. ഓ, ഈ അമ്മാവനല്ലേ മുമ്പ് ഒരിക്കൽ എന്റെ കാറിന്റെ മുമ്പിൽ ചാടിയത്, ഞാൻ ഇക്കിളിയിട്ടത്. ഫ്ലാഷ് ബാക്ക് കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ കാർ ഇടിച്ച് പൊട്ടിക്കും, ചവിട്ടും, ഓടിക്കും. ഞാൻ ഈ കാറിനെ അവഹേളിക്കാൻ പോവാണ്. പന്ന കാറാണ്, മോശം കാറാണ്, തല്ലിപ്പൊളി കാറാണ്, മൈലേജ് ഇല്ല, ഗിയർ സ്ലിപ്പ് ആവും, ഫോൺ വർക്ക് ചെയ്യൂല. ഞാൻ ഈ കാറിനെ അവഹേളിച്ചു. വരണം, തുണ ഉണ്ടെങ്കിൽ ഉടക്കണം. ഇക്കിളിയിലൊന്നും ഞാൻ ചിരിക്കൂല. അതിനുള്ള പ്രതിരോധ മരുന്ന് ഞാൻ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട്. ആ അമ്മാവൻ ഇപ്പൊ എന്നതാ വേണ്ടത്? ചേട്ടത്തി വേണ്ട, അമ്മാവൻ ചേട്ടത്തി കുടുക്കിലാക്കും. അയ്യോ പാവം, ഈ നെത്തോലി അമ്മാവനെ കുറിച്ച് അങ്ങനെ ഇല്ലാ വചനം പറയല്ലേ കൊച്ചേ. കളിയാക്കരുത്. നെത്തോലിയും കപ്പൽ മറിക്കും, അങ്ങനെ ആ കടൽ ചൊല്ല്. തല്ലണം, തുണയുണ്ടെങ്കിൽ തല്ലണം. അപ്പോഴറിയാൻ ഞാൻ ആരാണെന്ന്. ആ അയ്യോ, ചേട്ടത്തി പ്രകോപനത്തിൽ വിടരുത്, വിടരുത്. അവിടെ ചേട്ടത്തി തല്ലരുത്. എന്റെ കൊച്ചേ, ഒരാള് പാവം വന്നു നിന്ന് തല്ല് ചോദിക്കുന്നു. കാശാണേ പോട്ടെ, ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് തിരിച്ചയക്കാമായിരുന്നു. തല്ല് ഇഷ്ടം പോലെ കയ്യിലുണ്ട്, കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയാൻ ചേട്ടത്തി പഠിച്ചിട്ടില്ല. അപ്പൊ അമ്മാവന് തല്ല് വേണം അല്ലേ? തരാം. ഇതാ പിടിച്ചു. ഇനി തല്ലി ചത്തു വേണ്ട. അല്ലേ? എന്നാ പിന്നെ ശരി, ഓ, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ വണ്ടി എടാ. കേറിയാ ഓടി 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 ഇടത്തോട്ടോടി ഇടത്തോട്ടോടി ഓടിച്ചു വാ ഓടിച്ചു വാ ഓടിച്ചോ വാ വരട്ടെ 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 എങ്ങും തട്ടൂല പോട്ടെ പോട്ടെ. ആ ഇനി ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ട് പോട്ടെ. ഈ വന്മതിൽ അടയ്ക്കാനാണ് ഇനിയുള്ള പാട്. അമ്മാവോ ഇനിയും വേണോ? മതി 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 മതി, ധാരാളം. പോയാട്ടെ പോയാട്ടെ. എൻ്റെ അമ്മോ, അയ്യോ, എത്ര പേരോട് ചോദിച്ചട്ടാ ഇന്ന് 2 കിട്ടിയത്?